വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ദൈവം മിഖായേൽ മാലാഖയ്ക്ക് നൽകിയ വലിയൊരു വരമാണ് പൈശാചിക തിന്മകൾക്കെതിരെ പോരാടാനുള്ള വലിയൊരു വരം. എന്നെ ഉള്ളം കയ്യിൽ കാക്കും, മണ്ണിൽ വീഴാതെ അതിലോലം തുണയാകും എൻ കൈ വെടിയാതെ. ഈശോയുടെ സ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതങ്ങളിലും കുടുംബ സാഹചര്യങ്ങളിലും പ്രവർത്തന മേഖലകളിലുമെല്ലാം പലതര തടസ്സങ്ങൾ കടന്നു വരാറുണ്ട്. പലതര ബന്ധനങ്ങൾ, ചിലപ്പോൾ സാമ്പത്തിക തടസ്സങ്ങൾ, ആരോഗ്യപരമായ തടസ്സങ്ങൾ, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ, മനസ്സിന് സന്തോഷമില്ലാത്ത അവസ്ഥകൾ, എത്ര അധ്വാനിച്ചാലും ഒന്നും മിച്ചം വരാൻ പറ്റാത്ത അവസ്ഥകൾ, നിരവധിയായ തടസ്സങ്ങളിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ള വേദനകൾ മനസ്സിൽ നിറയുമ്പോൾ നമുക്കറിയാം, ഈശോ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അത് പരിശുദ്ധ കുർബാനയാണ്. അതുപോലെ തന്നെയുള്ള ഏറ്റവും വലിയ ആയുധം പരിശുദ്ധ മാതാവ് അമ്മ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ജപമാലയാണ്. വിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും ശക്തി തിരിച്ചറിഞ്ഞിട്ടുള്ളവരും അനുഭവിച്ചിട്ടുള്ളവരുമാണല്ലോ നമ്മൾ ഓരോരുത്തരും. പൈശാചിക ശക്തികൾക്കെതിരെ വിശുദ്ധ മിഖായേൽ മാലാഖയ്ക്ക് ദൈവം പ്രത്യേകമായ ഒരു വരം നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാലോ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ദൈവം മിഖായേൽ മാലാഖയ്ക്ക് നൽകിയ വലിയൊരു വരമാണ് പൈശാചിക തിന്മകൾക്കെതിരെ പോരാടാനുള്ള വലിയൊരു വരം. നമ്മൾ ഇന്ന് ഈ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. ഇത് ചൊല്ലുമ്പോൾ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ നമുക്ക് തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടുന്നത്, ആ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയുടെ ശക്തി മനസ്സിൽ സ്വീകരിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജപമാല കരങ്ങളിൽ എടുത്ത് നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത ഞങ്ങളെ പിശാചിൻ്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണവേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ
സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. ഇതിനോട് ചേർന്ന് ഏത് മേഖലയിലാണോ നമുക്ക് സൗഖ്യവും വിടുതലും വേണ്ടത്, ആ മേഖലയെ പരിപൂർണമായും സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധ അമ്മയെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് അങ്ങ് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.